എല്ലാവരും സർക്കാർ ഉൾപ്പെടെ എല്ലാവരും എക്സൈസുകാരും പോലീസുകാരൊക്കെ ഇങ്ങനെ റെസിഡൻസ് എല്ലാവരും എത്ര വലിയ പ്രശ്നമാണ് അതല്ലേ വെറും 10 വർഷം കൊണ്ട് തീരാവുന്ന കാര്യങ്ങളുണ്ട്. വെറും 10 വർഷം കൊണ്ട് എക്സൈസുകാരും പോലീസുകാരും കണ്ടടച്ചാൽ മതി, അല്ലെങ്കിൽ സമൂഹം ഒന്ന് കണ്ടടച്ചാൽ 10 വർഷം കൊണ്ട് തീരാവുന്ന സാധനമാണ്. ആരും 10 വർഷം കൊണ്ട് ആരും തീരുണ്ട്. പിന്നെ വളരെ പ്രശ്നം ഉണ്ടാവുമോ? ഉണ്ടാകത്തില്ല. പക്ഷേ ഈ തലമുറ ആ ഒരു ചെറിയ പ്രശ്നം കേട്ടോ. ഞങ്ങൾ കുറെ വൈകുന്നേരം മാത്രം ഇവിടെ വെച്ചുകൊണ്ടാവുന്നു. ഇരിക്കുന്ന കുഞ്ഞുങ്ങള് ഇതിന്റെ കാലത്തേക്കുള്ള കുഞ്ഞുങ്ങളൊക്കെ ഈ ലോകത്ത് കാണുന്നില്ല. 10 വർഷം കൊണ്ട് അത്രയുള്ള പ്രശ്നം. വെറും 4 സ്റ്റേജിലൂടെ 10 വർഷം കൊണ്ട് തീരാവുന്ന പ്രശ്നത്തിന്റെ പുറത്താണ് ഈ ബന്ധങ്ങളൊക്കെ. ഏതൊക്കെ സ്റ്റേജാണെന്നറിയാമോ? ഏതൊക്കെ സ്റ്റേജാണെന്നറിയാമോ? ആദ്യത്തെ ഇല്യൂഷൻ എടുക്കണോ? ഇല്യൂഷനാണ്. രണ്ടാമത്തെ ഹാലൂസിനേഷനാണ്. മൂന്നാമത്തെ ഇതിൽ കൂടിയായിട്ട് പറയണേ അയോഗ്യതയെ എന്നറിയിക്കും. ആരും പറയുന്നത് ആ സിനിമയിൽ നിലവിലെ കഥാപാത്രം പറയുന്ന ഡയലോഗ് ഈ സാധനത്തിന്റെ ഇത്രയും അപാരമായ ഭീകരമായ ദൃശ്യം ഞാൻ ആദ്യമായിട്ട് ഏതാ പറയുന്നത് അറിയാമോ? ആ മുഴുവൻ കാണുന്നത് മറ്റു തന്നെയാണ്. ഇംഗ്ലീഷിൽ എന്താ പറയുന്നത്? സൈക്കോസിസ്. അപ്പൊ ഇല്യൂഷൻ, ഹാലൂസിനേഷൻ, സൈക്കോസിസ്, ലാസ്റ്റത്തെ സാധനം എന്റെ സ്വന്തമാണ് കേട്ടോ, പൊല്യൂഷൻ. അതാദ്യം പറഞ്ഞത്. അത് ഹിന്ദു ആചാരപ്രകാരമാണെങ്കിൽ തെക്കുറ കൊണ്ട് കറം വെച്ച് കത്തിക്കുമ്പോൾ അന്തരീക്ഷം പൊല്യൂഷനായി കഴിയും. 10 വർഷം കൊണ്ട് നടക്കാൻ പോകുന്നത് കേട്ടോ. മറ്റേ ആചാരപ്രകാരമാണെങ്കിൽ വണ്ടിക്കൊണ്ട് പള്ളിയിലെ ദുരിതത്തിലൂടെ കുടിച്ച് തള്ളിയിടാവുന്ന പ്രശ്നം. ഈ 10 വർഷം കൊണ്ട് ഈ 4 സ്റ്റേജിലൂടെ തീരാവുന്ന കാര്യത്തിലാണ് വിഭവം പറ്റുന്നത് അല്ലേ? അത് ഇല്യൂഷന്റെ പ്രശ്നം എന്താണെന്ന് അറിയാമോ? ഇല്യൂഷൻ എങ്ങനെയാണെന്ന് അറിയാമോ? എന്താ പ്രശ്നം? എന്താ ക്ലാസ് എടുക്കുന്ന അവിടെ പൂച്ചക്കുട്ടിനെ പൂച്ചക്കുട്ടിനെ പോയില്ലേ? പോയോ? പോയില്ലേ? പൂച്ചക്കുട്ടിനെ കണ്ടായിരുന്നോ? കണ്ടില്ല. പക്ഷെ അവർക്ക് തിരിഞ്ഞു നോക്കിയായിരുന്നില്ലേ? ചിലർക്ക് ഇപ്പൊ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് തന്നെ കാണാത്ത പല സാധനവും നമ്മൾ കണ്ടെന്നില്ലേ? ഇനി കണ്ടിട്ടുള്ള ചില സാധനങ്ങൾ നല്ലത് തോന്നുന്നു. ഇത് ചില സാധനങ്ങൾ നമ്മൾ സ്വയം ഭയന്ന് തോന്നുന്നു. പിന്നെ നമ്മൾ നേരത്തെ കണ്ടിട്ട് സിനിമയിൽ ചില കഥാപാത്രങ്ങൾ നമ്മൾ ആക്രമിക്കേണ്ടതിനൊക്കെ നമുക്ക് തോന്നുന്നു. 2 സംഭവം പറയണോ? അത് തമ്മിലേക്കാണ് ഞാൻ തൊപ്പിലേക്ക് ആ തൊപ്പിലേക്ക് യൂസഫിലുണ്ടായോ? രണ്ട് സംഭവം പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് 2021 കാക്കനാട് പറഞ്ഞ സംഭവം പറയണോ? ഞാൻ പറഞ്ഞില്ലേ ചെറുതായിട്ട് കാക്കനാട് 2021 ഗംഭീരമെന്നൊരു സംഭവം. 2021 നിങ്ങൾക്ക് പ്രത്യേകത എന്താണെന്നറിയാമോ? കൊറോണ കഴിഞ്ഞിട്ട് വരുന്ന വീടായിരുന്നല്ലേ? ആ കൊറോണയുടെ അവസ്ഥ നിർത്തേക്ക് നിൽക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ സർക്കാർ അതൊരു തീരുമാനമെടുത്തു. ഈ രോഗീകരണം സാറിന് നിങ്ങളുടെ നടപടികളൊക്കെ വീട്ടിൽ പോകുന്നത് ഇവിടെ കിടന്ന നമുക്ക് റോഡിലോ തെരുവിലോ ഒക്കെ ആയിരിക്കും. ഇവിടെയൊക്കെ കുറവാണ്. മണപ്പുറത്തേക്ക് പോകുന്നില്ല. അപ്പൊ അതിനകത്ത് 2 മണി 3 മണിയായാലും വീട്ടിൽ പോകുന്നില്ല. എല്ലാം റോഡിൽ തന്നെയായിരിക്കും. ആ വർഷം സർക്കാർ പറഞ്ഞ 10 മണി കഴിഞ്ഞ റോഡെ കാണുന്നത്. രണ്ടാമത് പറഞ്ഞ കാര്യം DJ പാർട്ടികളെല്ലാം നിരോധിച്ചു. ഈ DJ പാർട്ടി നിരോധിക്കാൻ ഒരു കാര്യം എന്താണെന്ന് അറിയാം. ആ നിയമനം തൊട്ടുകൊണ്ട് എറണാകുളത്ത് സംഭവം നമ്പർ 8 എന്ന് പറയുന്ന ഒരു കാർ ഹോട്ടലിൽ നിന്ന് DJ പാർട്ടി കഴിഞ്ഞ് പോകുന്ന വഴിക്ക് കാറിൽ പോകുന്ന വഴിക്ക് ഒരു മിസ് കേരള റണ്ണേഴ്സപ്പ് അവരുടെ സുഹൃത്ത് 3 പേര് ആക്സിഡന്റിൽ മരിച്ചു. മിസ് കേരള 3 പേര് മരിച്ചു കേട്ടോ. മിസ് കേരളയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട കുട്ടി 2ാം സ്ഥാനത്ത് വന്ന കുട്ടി അവരുടെ സുഹൃത്തും DJ പാർട്ടികളിൽ പോകുന്ന വഴിക്കാണ് ആക്സിഡന്റിൽ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഇങ്ങനത്തെ ജനന്മാരും ചേച്ചിമാരെയൊക്കെ പ്രോത്സാഹന കാരണം ഇതിപ്പോ കേരളത്തിലെ എല്ലാ ജില്ലകളുമായിട്ട് 601ാമത്തെ വേദിയാണ് നിങ്ങളുടെ സ്കൂളിൽ കഴിച്ചത് കേട്ടോ. ഓക്കെ, കേരളത്തിലെ ചേച്ചിമാരും
കൈയടിച്ചിട്ടുള്ള പ്രോത്സാഹനമല്ല, ഇവന്മാർ മരുന്നടിച്ചിട്ടുള്ള പ്രോത്സാഹനമാണ്. കാരണം ഇവന്മാർ നിർത്തിയാൽ സാറിന് ഉള്ളിൽ നിർത്താൻ പറ്റുള്ളൂ. ഉടനെ നടക്കും. അതുപോലെ ആ ചിരി കണ്ടാൽ പാട്ടുകൾ കേട്ടും പൂവുകൾ കണ്ടും പറന്നു ചെല്ലല്ലേ, കാട്ടിനുള്ളിൽ പതുങ്ങിയിരിക്കും കാടലോട് കടിച്ചു പറിക്കും, കണ്ണു വേണം ഇരുപുറം എപ്പോഴും, കണ്ണു വേണം മുകളിലും താനെയും, കണ്ണിനുള്ളിൽ കത്തിജ്വലിക്കും ഉൾക്കണ്ണു വേണം അണയാത്തകൾ. അങ്ങനെ അണയാത്ത കത്തിജ്വലിക്കുന്ന ഉൾക്കണ്ണുമായി നിങ്ങൾ ഒരുപക്ഷെ നിങ്ങളുടെ ചങ്കെന്ന് വിചാരിക്കുന്ന ആള്, ചിലപ്പോൾ നിങ്ങളുടെ ബെഞ്ചിലിരിക്കുന്ന ഒരാൾ, ചിലപ്പോൾ നിങ്ങളുടെ ക്ലാസ്സിലുള്ള ആള്, ചിലപ്പോൾ പുറത്തുനിന്നുള്ള ഒരാളായിരിക്കും നിങ്ങളെ ഈ ചതിക്കുഴിയിൽ കൊണ്ടാക്കുന്നത്. എല്ലാവരെയും ഈ സമൂഹത്തെയും ജാഗ്രതയോടെ വീക്ഷിച്ച് നല്ല മക്കളായി വളർന്നു വരാൻ, നല്ല പൗരന്മാരായി തീരാൻ നിങ്ങൾ ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ഹൃദയത്തിന്റെ ഭാഷയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട്, ഇതുപോലെ മനോഹരമായ ഒരു സ്കൂളില് നല്ല മക്കളുടെ മുമ്പിൽ രണ്ട് ചുവട് വയ്ക്കാനും രണ്ട് വാക്ക് സംസാരിക്കാനും എനിക്ക് അവസരം ഉണ്ടാക്കി തന്ന ഈ സ്കൂളിന്റെ മാനേജ്മെന്റ്, പ്രിൻസിപ്പള്, HM, പിന്നെ YMCA എൻ്റെ പേര് ജയരാജ് എന്നാണ്. ഞാൻ എറണാകുളം ജില്ലയിലെ മട്ടാഞ്ചേരി എക്സൈസ് റേഞ്ച് ഓഫീസിലെ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടറാണ്. എൻ്റെ സ്വദേശം ആലപ്പുഴ ജില്ലയിലെ കഞ്ഞിക്കുഴിയിലാണ്. കലാകാരനല്ല, ഓട്ടംതുള്ളൽ ശാസ്ത്രീയമായിട്ട് പഠിച്ചിട്ടുമില്ല. ഇത് 2018 ഞാൻ എറണാകുളം സർക്കിൾ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് എൻ്റെ സുഹൃത്തും സഹപ്രവർത്തകനുമായ രമേശൻ സാറാണ് എന്നോട് ആദ്യമായിട്ട് ഇങ്ങനൊരു കാര്യം ചോദിക്കുന്നത്. നമുക്ക് ലഹരിക്കെതിരെ ബോധവൽക്കരണം നടത്താനായിട്ട് നമുക്ക് ഒരുപാട് ക്ലാസ്സുകളും നാടകവും അങ്ങനെ പല പരിപാടികളുണ്ട്. അപ്പോൾ വ്യത്യസ്തമായിട്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിച്ചപ്പോഴാണ് ഓട്ടംതുള്ളൽ ചർച്ചയിലേക്ക് വന്നത്. അപ്പോൾ എന്നോട് ചെയ്യാമെന്ന് ചോദിച്ചു. ഞാനങ്ങനെ കയറി ഏറ്റതാണ്. തമാശയാണെന്ന് കരുതി ഏറ്റതാണ്. പക്ഷേ പിന്നീട് അത് സീരിയസ് ആയി. നല്ല ചിലവുള്ളതാണ്. നമുക്ക് ഇതിൻ്റെ മേക്കപ്പും ഈ മേക്കപ്പ് സാധനങ്ങളെല്ലാം വാങ്ങിക്കുന്നതിന് അത്യാവശ്യം നല്ല ചിലവുണ്ട്. പക്ഷേ തീർത്തും സൗജന്യമായിട്ടാണ് നമ്മൾ ഈ പരിപാടി ചെയ്യുന്നത്. ഒരു നമ്മുടെ പ്രോഗ്രാമിന് വിളിക്കുക, കേരളത്തിൽ എവിടെയായാലും പ്രോഗ്രാമിന് വിളിക്കേണ്ടവർ ചെയ്തു തരേണ്ട ഒരു സഹായം എന്ന് പറഞ്ഞാൽ നമുക്കൊരു വാഹന സൗകര്യം ഏർപ്പാടാക്കി തന്നാൽ മതി. നമ്മളെവിടെ വേണമെങ്കിൽ നമ്മൾ സൗജന്യമായിട്ട് പരിപാടി. എൻ്റെ ഒരു പുതിയ മക്കളോട് പറയാനുള്ളത്, ശരിക്കും ഞാനൊരു കവിതയായിട്ട് വിമുക്തി മിഷന് വേണ്ടിയിട്ട് എൻ്റെ ഒരു കവിത ഇറങ്ങിയിട്ടുണ്ട്. അതിൽ 2 വാക്കുകൾ ഞാൻ പാടാം. മതിമറന്ന മരുന്ന ലഹരിയിൽ മതിവരാതെ നീ മണ്ണിലടിയും, മഹിതമാമീ ജീവിതത്തിൻ വിഹിതമായി ദുഷ്പേരുമാത്രം, അവന് പെറ്റൊരനേക കോടി കൃമിയിൽ നിന്നും ഉദാത്തമാമി മനുഷ്യജന്മം, വിധി നിനക്കു കനിഞ്ഞു നൽകിയ നിധിയതോർക്ക. ഈ മനുഷ്യന്റെ ജന്മം നമുക്ക് കിട്ടിയ ഒരു നിധിയായിട്ട് കണക്കാക്കി ഇത് ലഹരി മാഫിയയ്ക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മൾ സന്തോഷമെന്ന് തെറ്റിദ്ധരിച്ച് എന്ന് ചാടുന്ന ഈ ഓരോ ക്രിയകൾക്ക് വേണ്ടി, അല്ല പ്രക്രിയകൾക്ക് വേണ്ടിയിട്ട് നശിപ്പിച്ച് കളയാനുള്ളതല്ല മക്കളെ. നമുക്ക് ഒരേ ഒരു ജീവിതമേ ഉള്ളൂ. അത് ആസ്വദിച്ച് നല്ല മക്കളായിട്ട് ഓരോരുത്തരും വളർന്നു വരണമെന്ന് മാത്രമാണ് എൻ്റെ പ്രാർത്ഥന. എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ പരിപാടിയാണ്. നമ്മൾ കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഇപ്പോൾ അവതരിപ്പിക്കുന്നുണ്ട്. എറണാകുളം ജില്ലയ്ക്ക് വേണ്ടിയാണ് ആരംഭിച്ചത്. പിന്നെ ഈ പ്രോഗ്രാം ജനങ്ങൾ ഏറ്റെടുത്തപ്പോഴാണ് കൂടുതൽ ആവശ്യക്കാർ വന്നപ്പോൾ ഇപ്പോൾ എല്ലാ ജില്ലകളിലും അവതരിപ്പിക്കാനായിട്ട് ബഹുമാനപ്പെട്ട കമ്മീഷണറുടെ ഓർഡറുണ്ട്. അങ്ങനെ അവതരിപ്പിച്ചു പോകുന്നു. ഡിപ്പാർട്ട്മെന്റിന്റെയും എൻ്റെ സഹപ്രവർത്തകരുടെയും സഹകരണം കൊണ്ട് മാത്രമാണ് ഇത് ചെയ്ത് പോകാൻ സാധിക്കുന്നത്. ഒരുപാട് അനുഭവങ്ങളുണ്ട്. അതിൽ ഈ ഓട്ടംതുള്ളലായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് മറക്കാൻ പറ്റാത്തൊരു അനുഭവം എന്ന് പറഞ്ഞാൽ, ഞാൻ പത്തനംതിട്ടയിലെ ഒരു ഡി അഡിക്ഷൻ സെന്ററിൽ പ്രോഗ്രാം അവതരിപ്പിക്കാൻ പോയപ്പോൾ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരുന്ന 2 കുട്ടികൾ പ്രോഗ്രാം കഴിഞ്ഞ് വന്നിട്ട് എൻ്റെ കയ്യിൽ പിടിച്ചിട്ടുണ്ടെന്ന് കുറേ സമയം കരഞ്ഞു. ഞാൻ എന്താ പ്രശ്നമെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത്, സാറിപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഒരുപാട് ദുരിതങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. എല്ലാവരോടും വെറുക്കപ്പെട്ട അവസ്ഥയിലാണ് ഞങ്ങളിപ്പോൾ ഇവിടെ വന്നത്. ഇനി ഞങ്ങൾ ഒരിക്കലും അതിലേക്ക് തിരിച്ചു പോകത്തില്ല. ഞങ്ങൾ പുതിയ മനുഷ്യരായിട്ട് മാറുമെന്ന് എൻ്റെ കൈ പിടിച്ച് സത്യം ചെയ്തിട്ട് അവർ പോകുന്നത്. അതെൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു അനുഭവമാണ്.